91 വയസ്സിലെ നാലാമത്തെ കല്യാണമാണ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് കൗതുകം ഞെട്ടലൊക്കെ ഉണ്ടാവും. പക്ഷേ അങ്ങനെ ഞെട്ടേണ്ട ആവശ്യമില്ല. അതൊരു വലിയ കഥയാണ്. അതായത് സാധാരണ ഇതിലൊരു മനുഷ്യായുസ്സിൽ നമുക്ക് എത്ര പിറന്നാൾ ആഘോഷിക്കാൻ പറ്റും? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചിലപ്പോൾ 65, 70, 75 എന്നൊക്കെ പറയാമല്ലേ. എന്നാൽ ഷഷ്ടിപൂർത്തി, ശതാഭിഷേകം ഇതൊക്കെ ആഘോഷിക്കാറുള്ള ആളുകളാണ് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. എന്നാൽ ചെന്നൈയിൽ ഒരു പിറന്നാൾ നടന്നു. അത് 101-ാം പിറന്നാൾ ആഘോഷമാണ്. പ്രമുഖ വേദപണ്ഡിതനും ജ്യോതിഷിയുമൊക്കെയായ AMR രാജഗോപാലിൻ്റെ ആയിരുന്നു ഈ പിറന്നാൾ. അപ്പോൾ ഈ പിറന്നാൾ ആഘോഷത്തിൻ്റെ ഒരു ഏറ്റവും വലിയ സവിശേഷമായ കാര്യം 17-ാം വയസ്സിൽ തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയ ഭാര്യ അദ്ദേഹം 4-ാം തവണയും താലി കെട്ടി എന്നതാണ്. അത് ആചാരപരമായ ചടങ്ങിൻ്റെ ഒരു ഭാഗമായിട്ടായിരുന്നു ആ 101-ാം വയസ്സിലെ കല്യാണം. ശരി, KB ശ്രീധരൻ ഈ സവിശേഷമായ വിവാഹ വിശേഷത്തെക്കുറിച്ച് പറയും. ശ്രീധര, മക്കളാണെന്ന് തോന്നുന്നു, മക്കളാണോ ചെറുമക്കളാണോ എന്നറിയില്ല, അമ്മയെ ഉമ്മയ്ക്കൊക്കെ ചെയ്യുന്നുണ്ട്. അദ്ദേഹം കൈകൾ കൂപ്പി ആളുകളോട് അല്ലേ ഒരു സ്നേഹമൊക്കെ അറിയിക്കുന്നു. ഇതെന്താണ് ഈ 101-ാം വയസ്സിൽ പിറന്നാളാഘോഷം വരുമ്പോൾ അതിൻ്റെ കല്യാണം, അത് ഇങ്ങനെ 60, 80 അങ്ങനെയൊക്കെ വിവാഹം ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ചടങ്ങുകളൊക്കെ ഉണ്ടോ? എന്താണ് സംഭവം? തമിഴ് ബ്രാഹ്മണ ആചാരമാണ് ദിവിഷ്. അത് അവർ ഈ വിശേഷ ദിവസങ്ങളിൽ ഇങ്ങനെ അതായത് നമ്മളൊരു മൈൽ സ്റ്റോൺ എന്നൊക്കെ, ജീവിതത്തിൻ്റെ മൈൽ സ്റ്റോൺ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ചില വയസ്സുകളുണ്ടല്ലോ. ഷഷ്ടിപൂർത്തി, ശതാഭിഷേകം, അതുപോലെ തന്നെ 100 വയസ്സ് തികയുക എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു എല്ലാവർക്കും കഴിയുന്ന അല്ലെങ്കിൽ സാധിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ ഇത്തരത്തിൽ ഭാര്യ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് മാലയൊക്കെ ഇട്ട് ആ ചടങ്ങുകളൊക്കെ കഴിച്ച് ഒന്നുകൂടി വിവാഹിതരാവുക എന്നുള്ളത് തമിഴ് ആചാരമാണ്, പ്രത്യേകിച്ച് ബ്രാഹ്മണാചാരമാണ്. ഏതായാലും ഇതിലൊരു സവിശേഷത എന്നുള്ളത് ഇദ്ദേഹത്തിന് 101 വയസ്സായി. ഭാര്യയും അതേപോലെ ഏതാണ്ട് അതിനടുത്ത പ്രായത്തിൽ 90കളിലാണ് ഭാര്യയും ഉള്ളത്. ഇവർ രണ്ടുപേരും ഒന്നിച്ച് ജീവിച്ചിരിക്കുന്നു. അവർക്ക് ആ ദാമ്പത്യ ജീവിതം വളരെ അധികം നല്ല മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാകുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ പ്രത്യേകിച്ച് ഈ ബന്ധങ്ങളിൽ കാര്യമായിട്ടൊരു ആത്മാർത്ഥതയില്ലായ്മയോ അല്ലെങ്കിൽ ഒന്നിച്ചു പോകാൻ സാധിക്കാത്തതൊക്കെയുള്ള കേസുകൾ നിരവധി വരുന്നൊരു കാലത്താണ് ദീർഘകാലം അവരിങ്ങനെ ഒന്നിച്ച് കഴിഞ്ഞത്. ആ കഴിഞ്ഞതിന് ശേഷം കഴിയുക മാത്രമല്ല, അദ്ദേഹം ഈ 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട 84 വയസ്സൊക്കെ ഇവരൊന്നിച്ച് കണ്ടു. അതിനുശേഷം ഇപ്പോൾ 100 വയസ്സൊക്കെ പിന്നിടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അദ്ദേഹം ചെന്നൈയിലെ പ്രമുഖ വേദപണ്ഡിതനും അതുപോലെ തന്നെ ജ്യോതിഷിയുമൊക്കെയാണ് ഈ AMR രാജഗോപാൽ എന്ന് പറയുന്ന അദ്ദേഹം. ഏതായാലും ഒരു മുത്തശ്ശനും മുത്തശ്ശിയും വീണ്ടും കല്യാണം കഴിക്കുക എന്നുള്ള ഒരു കൗതുകം ആ വാർത്തയിലുണ്ട്. അതുതന്നെയാണ് ഇതിനെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാക്കിയ ഒരു കാര്യം. ഏതായാലും ഇരുവരും കാര്യമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതചര്യ തന്നെ അത്തരത്തിലുള്ളതാണ് എന്നാണ് ഈ സമൂഹ മാധ്യമങ്ങളിലെ കമൻറ്റുകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഏതായാലും വീണ്ടും ഒത്തിരി കാലം അവർക്കിതിരെ പോലെ സ്നേഹിച്ച് ജീവിക്കാനാവട്ടെ. കൂടുതൽ പ്രായം, എല്ലാ ഐശ്വര്യങ്ങളും നിറഞ്ഞ് കുട്ടികളുടെയും കൊച്ചുമക്കളുടെയും അവരുടെ മക്കളുടെയും ഒക്കെ ജീവിതം നല്ല രീതിയിൽ പോകുന്നത് കാണാൻ സാധിക്കട്ടെ എന്നുള്ളൊരു ആശംസയാണ് നമുക്കിപ്പോൾ നൽകാൻ കഴിയുക. ശരി, എന്തായാലും എനിക്ക് തോന്നുന്നൊരു 75-നും 80-നും ഇടയിൽ വർഷങ്ങൾ നീണ്ട ഒരു ദാമ്പത്യ ജീവിതമാണല്ലേ. അപ്പോൾ അവർക്ക് എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. ഇങ്ങനെ കൗതുകരമായ കാഴ്ച എല്ലാവരും അത് അവരുടെ ഉറ്റവരും എല്ലാവരും, നമ്മൾ നേരത്തെ തുടക്കത്തിൽ ശ്രീധരനോടുകൂടെ പറയാം, നമ്മൾ തുടക്കത്തിൽ പങ്കുവച്ച കഥ 60 വയസ്സുകാരൻ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ശുചിമുറിയിൽ കഴിഞ്ഞുകൂടിയതിനെക്കുറിച്ചാണ്. ഇപ്പോൾ പക്ഷേ ഒരു 101 വയസ്സുകാരന് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് ജീവിതത്തിൽ ഇങ്ങനെ ഒരു ചടങ്ങ് നടത്താൻ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യമാണ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിനും ഒരു വീടുണ്ടാകുന്നു നമ്മുടെ വാർത്തയിലൂടെ എന്ന ഒരു സന്തോഷം കൂടി പറയാം. ശരി ശ്രീധര, കാണാം.